ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ നേന്ത്രപ്പഴം വെച്ചിട്ട് വളരെ പെട്ടെന്ന് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. നേന്ത്രപ്പഴമൊക്കെ ഇപ്പോൾ എല്ലാവരും വീട്ടിലും എപ്പോഴൊക്കെ അവൈലബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് നേന്ത്രപ്പഴം പുഴുങ്ങിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ചെറിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് പുഴുങ്ങിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വലുതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ മതി. അപ്പോൾ ഈ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് അത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് തൊലി കളഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ട്. ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് അടിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നല്ല ചൂടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പകുതി മുറിച്ചിട്ടാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശർക്കരയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ശർക്കര ചീകിയിട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ശർക്കരയോ പഞ്ചസാരയോ ഏതാ നിങ്ങൾക്ക് വേണ്ടത് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. അരിപ്പൊടിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു നെയ്യിൻ്റെ ഒരു ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും നമ്മുടെ ഈ ഒരു സ്നാക്കിന്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ആ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്യണം. എന്നാൽ ഒരുപാട് ലൂസായി പോവരുത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ലൂസായി പോവരുത്. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ഒരു വിസ്ക് കയ്യിലുണ്ടെങ്കിൽ കട്ടയില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഒഴിച്ച് നോക്കിയിട്ട് നോക്കുക കറക്റ്റ് കൺസിസ്റ്റൻസി ആണോ എന്ന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇത്രയും തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ. എന്നാലും നമ്മൾ വിചാരിച്ച ആ ഒരു ഷേപ്പിൽ റൗണ്ടിൽ നമുക്കിത് കിട്ടുള്ളൂ. കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഓരോ സ്പൂൺ വീതം ഇങ്ങനെ ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പരന്ന പാനാവുമ്പോൾ നമുക്ക് ഒരേ ടൈമിൽ ഒരുപാട് ചുട്ടെടുക്കാമല്ലോ. അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇടരുത്. പെട്ടെന്നൊന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഉൾഭാഗം വേവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ലോയുടെയും മീഡിയത്തിൻ്റെ ഇടയിലാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് വേറൊരു സ്പൂണിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഒരു സ്പൂൺ കൊണ്ട് ഇത് കോരിയെടുക്കുക. എന്നിട്ട് വേറെ സ്പൂൺ കൊണ്ട് അത് അതിലേക്ക് ഇങ്ങനെ ഡിമോൾഡ് ചെയ്തെടുക്കുന്ന പോലെ ആക്കി കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 സ്പൂൺ വെച്ചാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ റൗണ്ടിൽ വരികയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇങ്ങനെ കോരിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ. കൈ വെച്ചിട്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു കറക്റ്റ് ഒരു റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് സൈഡൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് എടുക്കട്ടെ. അപ്പോഴേക്ക് നന്നായിട്ട് തന്നെ അത് കുക്കായിട്ട് വരും. അത് ചൂടോട് കൂടെ കഴിക്കുമ്പോൾ കേട്ടോ ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവുക. പിന്നെ അത് ചൂടോട് കൂടി കഴിക്കുമ്പോൾ ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു കളറാണ് സമയത്ത് നമുക്ക് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. അത്ര എണ്ണ കുടിക്കുന്ന സ്നാക്കൊന്നും അല്ല കേട്ടോ. ഒരുപാട് എണ്ണ കുടിക്കുന്ന സ്നാക്കൊന്നുമല്ല. നമ്മൾ അരിപ്പൊടിയൊക്കെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ എണ്ണയൊന്നും അല്ലാണ്ട് കുടിക്കുകയൊന്നുമില്ല ഈ ഒരു സ്നാക്കിന്. ഞാനിതൊരു സ്ട്രൈനറിലൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. എണ്ണ എന്തെങ്കിലും പോകാനുണ്ടെങ്കിൽ അതിലൂടെ ഒലിച്ച് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അടിപൊളിയായിട്ട് തന്നെ അത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. നല്ല സോഫ്റ്റാണ്. ഉള്ളിൽ ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടമായിട്ടില്ലെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാം. എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്